നമസ്കാരം. ഇന്ന് ആധ്യാത്മിക തലത്തിലും അല്ലാതെയും എല്ലാവരും പറയുന്ന ഒരു പദമാണ് അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കുക എന്നുള്ളത്. അതായത് നമുക്ക് മറ്റു വസ്തുക്കളോടുള്ള മാനസികമായ അടുപ്പം, അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കിയാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. പക്ഷെ അത് കഴിയുമോ? ഈ പറയുന്നത് പോലെ പെട്ടെന്ന് മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് നാം ഏതെല്ലാം വിഷയത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ ആ വിഷയങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് പ്രായോഗികമാകണമെന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. അത് ചലിക്കുന്ന കാറ്റിനെ പിടിച്ചു കെട്ടുന്നതിന് തുല്യമാണ്. കഴിയില്ല, വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്, അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കൂ, അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കൂ. അറ്റാച്ച്മെൻറ്റ് പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം മനസ്സാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ജീവിത മാർഗത്തിലെ സർവത്തിനോടും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. പിന്നെ ആധ്യാത്മികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പഞ്ചഭൂതാത്മകമാണ് നമ്മളുടെ ശരീരം. സ്വാഭാവികമായിട്ടും ഭൗതിക വസ്തുക്കളോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുകയും അതിൽ നിന്ന് നമ്മുടെ ലൗകിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജീവിതം സുഖപ്രദമാക്കാൻ വേണ്ടി നമുക്ക് ഓരോ വസ്തുക്കളിലൂടെയും സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ അറ്റാച്ച്മെൻറ്റ് വരികയല്ലേ. അപ്പോൾ അവിടെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ നടപ്പിലാക്കുന്നതിനൊക്കെ വേണ്ടി പ്രയത്നിക്കുമ്പോൾ അവിടെയൊക്കെ മനസ്സിൻ്റെ ഇടപെടലുണ്ട്. അപ്പോൾ ഈ മനസ്സിനെ എല്ലാവരും പറയുന്നത് പോലെ പെട്ടെന്ന് അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കുക എന്ന് വെറും വാക്കുകൊണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് നല്ല രീതിയിൽ ഉള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് എങ്ങനെയാണ് കഴിയുക എന്നുള്ളതാണ്. അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്ത രീതിയിലാണല്ലോ അവരുടെ മാനസിക വ്യവഹാരം. അതനുസരിച്ചിട്ടാണ് അവർക്ക് ഈ അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഓരോ വ്യക്തികൾക്കും സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് ഈ മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റാണ്. മനസ്സ് ഇല്ലെങ്കിൽ അവിടെ നിർഗുണ അവസ്ഥയിൽ വരുന്ന ആത്മാവ് മാത്രമായി. അതായത് കറണ്ടുണ്ട്, പക്ഷേ പ്രവർത്തിക്കുന്നില്ല. ആ അവസ്ഥയിൽ വന്ന് നിൽക്കും. അപ്പോൾ ഊർജ്ജമുണ്ട്, എനർജി ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്നത് പലവിധ ആഗ്രഹങ്ങൾ, മോഹങ്ങളിലൂടെ വരുന്ന കർമ്മ പദ്ധതികളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഊർജം അവിടെ ചിലവാകുന്നത്. അപ്പോൾ അവിടെ മനസ്സും ഊർജവും തമ്മിൽ ബന്ധമായി. അതാണ് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത്. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന മനസ്സിനെയാണ് അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ട് ആക്കാൻ പറയുന്നത്. അതായത് നമ്മുടെ ലൗകിക ജീവിതത്തിലെ സർവ്വത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത്. നമുക്കെടുക്കാനുള്ളത് ഇവിടെ ദുഃഖം എന്നുള്ളതാണ്, പ്രയാസം. അതായത് ജീവിതം ഈ ഭൂമിയിൽ സുഖപ്രദമാക്കുന്നതിന് നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അഥവാ നടന്നാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വിഷമങ്ങളും വരുന്നു. അപ്പോഴാണ് നമുക്ക് അവിടെ മനസ്സിൻ്റെ ഇടപെടൽ ശരിയല്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ മനസ്സിനെ പഠിക്കാനും മനസ്സിലാക്കാനും അതിനെ നിയന്ത്രിക്കാനും വേണ്ടുന്നിടത്ത് അതിനെ ഉപയോഗിക്കാനും ഒക്കെ ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ വളരെയധികം പ്രയത്നിക്കേണ്ടതുണ്ട്. അഷ്ടയോഗത്തിൽ എന്തൊക്കെയാണ് അതിനെ നിയന്ത്രിക്കേണ്ട ഉപാധികൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും അത് കഴിയുമെന്ന് തോന്നുന്നില്ലല്ലോ. എല്ലാവരും ഇപ്പോൾ അഷ്ടയോഗ അത് അങ്ങനെയുള്ള ആധ്യാത്മിക വിദ്യ സാധനങ്ങളൊക്കെ ശീലിച്ച് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഓരോരുത്തരുടെ ടേസ്റ്റാണ്. എല്ലാവരും ആധ്യാത്മികമായി ചിന്തിക്കണമെന്നില്ലല്ലോ. നമ്മളെല്ലാം ഈ ലൗകികമായ ലോകത്ത് ലൗകികമായ ജീവിതമൊക്കെ ജീവിക്കുമ്പോൾ തിരക്ക് പിടിച്ച ജീവിതമാണ്. ഇതിനിടയിൽ മനോനിയന്ത്രണം, മനസ്സിനെ നിയന്ത്രിക്കാനും ചിന്തിക്കാനൊന്നും പറ്റില്ല. പ്രത്യക്ഷത്തിൽ എന്ത് വരുന്നു അത് നമ്മൾ സ്വീകരിക്കുക, ചെയ്യുക. അതിൽ നിന്ന് നെഗറ്റീവ് പോസിറ്റീവ് ആകുന്ന ഫലം ഉണ്ടാവും. ഇതനുഭവിക്കാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഇവിടെ അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കുക എന്ന് പറയുന്നിടത്ത് നമ്മൾ കാണുന്ന വിഷയം. അത് പ്രയാസമാണെന്നാണ് ഞാൻ പറയുന്നത്. അത് നിരന്തരം ശ്രമിക്കണം. ഈ മനസ്സിനെ നിയന്ത്രിച്ച് അതിനെ വേണ്ടുന്ന കാര്യങ്ങളിൽ മാത്രമൊക്കെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് കഴിയുന്ന വിഷയമല്ല. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു വിഷയം എടുക്കാം.
വളരെ എളുപ്പമായ വിഷയമാണ് പറയുന്നത്. അത് ആധ്യാത്മികത അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. ഇവിടെ ഞാനിപ്പോൾ ഈ പറഞ്ഞത് ആത്മീയമായ വിഷയം മാത്രമല്ല. ഇപ്പോൾ ഈശ്വരവിശ്വാസികളായാലും നിരീശ്വരവാസികളായാലും മനസ്സ് ഉണ്ട് എന്നുള്ളത് ഇനി തർക്കമില്ലല്ലോ. അത് വേണ്ടുന്നിടത്തും വേണ്ടാത്തയിടത്തൊക്കെ ചെന്ന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവം. പക്ഷെ അതിനെ നിയന്ത്രിച്ച് വേണ്ടുന്ന രീതിയിലൂടെ മാത്രം കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് കഴിയില്ല എന്നാണ് ഞാനിവിടെ പറയുന്നത്. എങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമാവുന്നില്ല. എന്നാൽ അതിന് പരിഹാരം വേണം താനും. ഈ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ച് അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഉള്ള വശങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചാൽ പിന്നെ ഇവിടെ നമുക്ക് ഒരു വിഷമവുമില്ല. ഇവിടെ നിങ്ങൾ മറ്റൊന്നിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഈ മനോനിയന്ത്രണം എങ്ങനെ കഴിയും? അത് വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മീഡിയയിൽ ഭൂരിഭാഗം കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ പറയുന്നതൊക്കെ ഈ മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് പാടില്ല, അതിനെ നീക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് തീയിൽ നിന്ന് ചൂടിനെ നീക്കുക എന്ന് പറയുന്ന പോലെയാണത്. കാരണം അത് അതിൻ്റെ സഹജ മാർഗമാണ്. ആത്മാവ് എന്ന ഊർജം ശരീരത്തിലുണ്ടെങ്കിൽ അവിടെ മനസ്സുണ്ട്. മനസ്സാണ് പിന്നെ നിയന്ത്രിക്കുന്നത്. എല്ലാം നിയന്ത്രിക്കുന്നത് മനസ്സാണ്. അപ്പോൾ ആ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വളരെ പ്രാക്ടിക്കലാവണം. അത് അങ്ങനെ സർവ്വവ്യാപിയായി നിൽക്കുന്ന ഈ മനസ്സ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബോധതലത്തിൽ അത് നിയന്ത്രിക്കുന്ന മനസ്സാണ്. മനസ്സുള്ള അവിടെ സുഖവും ദുഃഖമുണ്ട്, വേദനയൊക്കെ ഉണ്ട്. മനസ്സില്ലാത്ത അവിടെ അതൊന്നുമില്ല. ചിലരുടെ മനസ്സിൽ ചില വിഷയങ്ങൾ കണ്ട ദുഃഖമായിരിക്കും. അതേ വിഷയം മറ്റൊരാൾക്ക് ദുഃഖമായിട്ട് തോന്നാവുന്നില്ല. ആൾക്ക് ചിലപ്പോൾ അത് ആനന്ദമായിട്ട് തോന്നാൻ വഴിയുണ്ട്. അപ്പോൾ വ്യത്യസ്ത രീതിയിലാണ് ഈ മനസ്സ് പ്രവർത്തിക്കുന്നത്. അത് അതാത് തലത്തിൽ അതാത് രീതിയിൽ അതിനെ അംഗീകരിച്ചു പോവുക എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ മനസ്സിനെ നീക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല. പറ്റും. നമ്മുടെ പഴയ ആചാര്യന്മാരൊക്കെ മനോനിയന്ത്രണങ്ങൾക്ക് വേണ്ടുന്ന രീതികളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ പരിശീലിക്കണം. അത് ഈ ആധുനിക കാലഘട്ടത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ കഴിയില്ല. എല്ലാവരും നിർജ്ജീവമായി പോകും. ഇവിടെ നിർജ്ജീവമല്ല, ഇവിടെ ഒരു പോസിറ്റീവ് എനർജി സംഭരിച്ച് ഈ ജീവിതം ധന്യമാക്കുക എന്നുള്ളതാണ്. ഇവിടെ പോസിറ്റീവ് എനർജിക്കാണ് ഇവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അന്നത്തെ യോഗികളും ആചാര്യന്മാരും ഗുരുക്കന്മാരൊക്കെ മനസ്സിനെ നിയന്ത്രിച്ച് അത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് ഉപയോഗിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ഇന്ന് പറ്റില്ല. ഇന്നത്തെ കാലഘട്ടം മാറിപ്പോയി. നമുക്ക് ഇവിടുന്ന് മുന്നോട്ടാണ്, ബാക്കിലേക്കല്ല. അപ്പോൾ പല രീതിയിലുള്ള ഐഡിയോളജികൾ ഇന്ന് പലവരും പറയുന്നുണ്ടെങ്കിലും കൂടി അവരൊക്കെ പറയുന്നത് ഈ മനസ്സിനെ നിയന്ത്രിക്കുക, അതായത് മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് മാറ്റുക. പക്ഷെ അതെങ്ങനെ മാറ്റുമെന്ന് അവർ പറയണില്ല. പറഞ്ഞാൽ തന്നെ അതവിടെ അവസാനിക്കുന്നതുമല്ല. അവരുടെ ലോകത്ത് ആ പറയുന്ന വ്യക്തിക്ക് കഴിയുമെങ്കിലും അവരുടെ ജീവിതത്തിലെ ശരിയും തെറ്റിലുമാണ് അത് പ്രായോഗികമാക്കാൻ കഴിയുള്ളൂ. അത് മറ്റൊരുത്തിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. അവർ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന്. പക്ഷേ ആ പുറത്തുള്ള വ്യക്തികളുടെ മനോധർമ്മവും മനസ്സിൻ്റെ വ്യവഹാരവും ഉദ്ദേശിക്കുന്ന പോലെയല്ല. വ്യത്യസ്ത രീതിയിലാണ് ഓരോരുത്തരുടെ ജീവിത ശൈലികൾ, കർമ്മവാസനകളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് മനസ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ് പിന്നെ എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതാണ്, അതിനെങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതാണ്. അതിനുള്ളൊരു വഴിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അല്ലാതെ മനസ്സില്ലെങ്കിൽ പ്രപഞ്ചമില്ല. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനും മനസ്സുള്ളതിൻ്റെ പേരിലാണ്. പ്രപഞ്ചത്തിനുമുണ്ട് ഒരു മനസ്സ്. നമ്മളെ നിയന്ത്രിക്കുന്ന പ്രപഞ്ച മനസ്സാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതായത് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ഒരു വിഷയം പറയുന്നുണ്ട്. വളരെ എളുപ്പമാണത്. അത് ഈ അവസരത്തിൽ ഞാൻ ആ വചനം എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് പ്രായോഗികമായൊരു വിഷയമാണ്. ഞാനത് പരിശീലിച്ച ഒരാളാണ്. ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ, അതായത് 10-30 കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ അഷ്ടയോഗയൊക്കെ കുറേ പരിശീലിച്ചൊക്കെ നോക്കിയതാണ്. പക്ഷേ ഈ ഒരു വചനത്തിൽ ഒരു വിഷയം പറയുന്നുണ്ട്. ആ വിഷയം ആണ് ഞാൻ അവസാനമായപ്പോൾ എടുത്തത്. അതെനിക്ക് ഈ കലിയുഗത്തിൽ അല്ലെങ്കിൽ ഈ ആധുനിക ലോകത്ത് എനിക്കത് പ്രായോഗികമാക്കാൻ വളരെ എളുപ്പമായിട്ട് കഴിഞ്ഞു. അതെൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മളിവിടെ ഈ പ്രകൃതിക്ക് എല്ലാം ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരുമല്ലോ.
ഈ പ്രകൃതി ഉണ്ടാകുന്നതിന്, അതായത് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് ഏതോ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളങ്ങോട്ട് വിശ്വസിക്കുക. അത് വാദിക്കാനും തർക്കിക്കാനും യുക്തിയുടെ പിന്നാലെ പോകരുത്. അപ്പോൾ തന്നെ നമുക്കൊരു നിയന്ത്രണം വരും. അതിനെ നമ്മൾ ഇവിടെ പരമാത്മാവ്, ദൈവം എന്ന ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ അതിനങ്ങോട്ട് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കാം. നമ്മളുടെ ആവശ്യമാണത്. ഇങ്ങനെ ഒരു ഉപാധി നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. വായോണ്ട് പറയാം, മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ പ്രായോഗിക തലത്തിൽ പറ്റില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അതായത് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ എന്താ പറയുന്നത്? ദേവഗണങ്ങളെ ആരാധിക്കുന്നവർ, അവരുടെ ആത്മാവ്, അവരുടെ മനസ്സ് അവിടെയായിരിക്കും. ഭൂതഗണങ്ങളെ ആരാധിക്കുന്നവരുടെ മനസ്സ് ആ ലോകത്തായിരിക്കും. അവർ ആ ലോകമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പിതൃഗണങ്ങളെ ആരാധിക്കുന്നവരുടെ മനസ്സ് ആ ലോകത്തായിരിക്കും. അവർ ആ വക കാര്യങ്ങളിൽപ്പെട്ടായിരിക്കും അവരുടെ മനസ്സ് പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ അവസാനം പറയുന്നുണ്ട്, എന്നെ തന്നെ ആരാധിക്കുന്നവർ, എന്നിൽ തന്നെ ആയിരിക്കുന്നവർ നിത്യതയിലേക്കാണ് വരുന്നത്. അതായത് പരമമായ സത്യത്തിലേക്ക് എന്നിലാണ് ഇരിക്കുക. അവർ എന്നിലാണ് വസിക്കുന്നത്, അവരുടെ ലോകം എന്നിലാണ്, ഞാൻ അവരിലുമാണ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കണക്ഷനുണ്ട് ഈ പറയുന്നതിൽ. ആ ഒരു കണക്ഷൻ എങ്ങനെയാണ്, എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മളതിന് ശ്രമിക്കുക. അപ്പോൾ അവിടെ പറയുന്നത് പരമാത്മാവാണെന്ന്. അവിടെ ഈ പറയുന്ന ദേവന്മാരുടെ ഭാഗമോ ഭൂതഗണങ്ങളുടെ ഭാഗമോ അല്ലെങ്കിൽ പിതൃക്കളുടെ ഭാഗമോ ഒന്നും അവിടെ പറയണില്ലല്ലോ. പറയണെന്താ? ഞാൻ പരമാത്മാവാണ്, സർവ്വവ്യാപിയാണ്. എനിക്ക് രൂപങ്ങളില്ല, നാമങ്ങളില്ല, ഭാവങ്ങളില്ല. ഞാൻ അരൂപമാണ്, ഞാൻ ചൈതന്യമാണ്, അതായത് ഞാൻ ഊർജമാണ്, ഞാൻ എല്ലാത്തിൻ്റെയും സത്താണ്, ഞാൻ എല്ലാത്തിൻ്റെയും ജീവനാണ്, ഞാൻ എല്ലാത്തിൻ്റെയും പ്രാണനാണ് എന്നിങ്ങനെ അനവധി കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വസ്തുതയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ളതിൻ്റെ പിറകെ ഒന്നും പോകാതെ ഈ ഒരു ഏക തത്വം, അതൊരു ഏക തത്വമാണത്, അതിൽ അധിഷ്ഠിതമായി ജീവിക്കാനും മനസ്സിനെ ആ ഏക പദത്തിൽ നിലനിർത്താനും കഴിഞ്ഞാൽ നമുക്ക് പരമാവധി പലവിധ കാര്യങ്ങളിൽ ഓടി നടക്കുന്ന മനസ്സിനെ കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ഞാൻ അങ്ങനെയാണ് ശീലിച്ചത്. അപ്പോൾ അത് എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് ഒന്നും ഒഴിവാക്കേണ്ടതില്ല. ഇതിപ്പോൾ മീഡിയ എടുത്തു കഴിഞ്ഞാൽ അത് ഒഴിവാക്കൂ, ഇതൊഴിവാക്കൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ പിന്നാലെയൊക്കെ പോകുമ്പോൾ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? അന്ധനായിക്കുകയാണ്. ഇവരാരും പൂർണ്ണരുമല്ല, ഇവരാരും ഈ മനസ്സിനെ നിയന്ത്രിച്ച് പോകുന്നവരും ആവാൻ വഴിയില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഭഗവത്ഗീതയിലെ വചനം അതൊരു ആചാര്യൻ വിഭാവനം ചെയ്തതാണ്, അതിനെ നമുക്ക് വിശ്വസിക്കാം. അല്ലാതെ ഈ ആധുനിക ലോകത്ത് യാതൊരു മനോനിയന്ത്രണം ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ പറയുന്ന, അവർക്ക് അനുഭവം ഇല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെത്തില്ല. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഭഗവത്ഗീത അതൊരു പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ആത്മാവിനെയും ഒരു ജീവിതചര്യ, അതായത് ഒരു വ്യക്തിയുടെ ഭൂമിയിലുള്ള നിലനിൽപ്പിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് ഇന്ന് ഒന്നും അറിയാത്ത ആളുകൾ പറയുന്ന രീതിയിലുള്ള വിഷയങ്ങളല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പഴക്കം ചെന്ന ഒരു തത്വമാണ്. അന്നത്തെ കാലത്ത് ജനതയ്ക്ക് വേണ്ടിയും ഇന്ന് നിലവിലുള്ളത് വരാൻ പോകുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു തത്വമാണത്. അത് നമുക്ക് പ്രായോഗികമായിട്ട് എടുക്കാം. അവിടെ ജാതി മത അതൊന്നും ഇല്ല കേട്ടോ. നമ്മളിവിടെ തത്വത്തെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത്. അങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്ന ആ എന്നിൽ തന്നെ നീ വസിക്കുക, നീ മറ്റൊന്നിൻ്റെയും പുറകെ പോകണ്ട എന്ന് അടിവരയിട്ട് പറയുന്നുണ്ടെങ്കിൽ, ആ കാണപ്പെടാത്ത എന്നാൽ സർവ
ജീവജാലങ്ങളുടെയും ഈ പ്രപഞ്ചത്തിൻ്റെ നിയതികളുടെയും പ്രകാശിക്കുന്നതായിട്ടുള്ള ആ ഊർജ്ജശക്തി, സത്ത്, ആത്മാവ്, പരമാത്മാവ്, അത് ഞാനാണ്. അങ്ങനെ ഞാനുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നീ എൻ്റെ സർവകർമ്മങ്ങളും അതിൽ സമർപ്പിച്ച്, അതിൽ സറണ്ടർ ചെയ്ത് നീ ജീവിക്കാൻ ശ്രമിക്കൂ എന്ന് അർജുനോട് പറയുന്നുണ്ട്. നീ വളരെ സങ്കീർണവും പ്രതിസന്ധി നിറഞ്ഞ സമയത്തുമൊക്കെ നീ ഭയപ്പെടേണ്ട, നിൻ്റെ മനസ്സ് പതറേണ്ട, എന്നിൽ സമർപ്പണം ചെയ്യൂ, എന്നിട്ട് നീ മുന്നിലേക്ക് പോകൂ, നിൻ്റെ ദൗത്യം വിജയിക്കൂ, നിൻ്റെ ജീവിതം സന്തോഷപൂർവ്വം ആക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം പറയാൻ ശ്രമിക്കാം. സമയത്തിൻ്റെ പരിധിയിൽ ഇവിടെ നിർത്തുകയാണ്. നമസ്തേ.